നമസ്കാരം പ്രിയമുള്ളവരെ, ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അമേരിക്കൻ സുപ്രീം കോർട്ടിൻ്റെ ഒരു വിധിയാണ് ഇന്ന് പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുന്നത്. അതായത് നമുക്കറിയാം, ഈ കാലഘട്ടം LGBTQ ഗ്രൂപ്പ്, ട്രാൻസ്ജെൻഡർ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഈക്വൽ റൈറ്റ്സ് കൊടുക്കണമെന്ന് ഒത്തിരി വാദിക്കുന്ന ഒരു കാലമാണ്. അമേരിക്കയിലെ പാസ്പോർട്ടിൽ ബയോളജിക്കൽ സെക്സ് ഉറപ്പായി എഴുതണമെന്ന് കഴിഞ്ഞ ജനുവരി മാസത്തിൽ ട്രംപ് ഗവൺമെൻറ് ഒരു ഓർഡർ കൊടുത്തിരുന്നു. എന്നാൽ ആ ഓർഡറിനെതിരെ ഒരു ലോവർ കോർട്ട് ഒരു വിധി പുറപ്പെടുവിച്ചു. അങ്ങനെ ഒരു ബയോളജിക്കൽ സെക്സ് റിവീൽ ചെയ്യേണ്ട ആവശ്യമില്ല. ബൈഡൻ ഭരണകാലത്ത് ഉണ്ടാക്കിയ ഒരു നിയമമുണ്ട്. അതായത് പാസ്പോർട്ടിൻ്റെ അകത്ത് മെയിൽ, ഫീമെയിൽ അല്ലായെങ്കിൽ ട്രാൻസ്ജെൻഡറോ മറ്റോ ആയിട്ടുള്ള ഒരു തേർഡ് സെക്സ് അടയാളപ്പെടുത്താനുള്ളൊരു അനുവാദം ബൈഡൻ സർക്കാരിൻ്റെ കാലത്ത് നിലവിലുണ്ടായിരുന്നു. ലോവർ കോർട്ടിൻ്റെ ഓർഡർ വന്നത് ആ ഒരു ട്രംപ് ഓർഡറിനെ ക്യാൻസൽ ചെയ്തുകൊണ്ട് പഴയ നിയമം നിലനിർത്തിക്കൊണ്ട് ഉള്ള ഒരു ഉത്തരവാണ് ലോവർ കോർട്ട് പുറപ്പെടുവിച്ചത്. എന്നാൽ സുപ്രീം കോടതിയിൽ ട്രംപ് ഭരണകൂടം കൊടുത്ത ഒരു പെറ്റീഷന് ഉത്തരമായിട്ട് സുപ്രീം കോടതി വിധി വന്നിരിക്കുകയാണ്. ഒരു താൽക്കാലിക വിധി വന്നിരിക്കുകയാണ്. പാസ്പോർട്ടിൻ്റെ അകത്ത് ട്രംപിൻ്റെ സർക്കാർ കൊടുത്ത ആ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ പോലെ ബയോളജിക്കൽ സെക്സ് മെയിൽ ഓർ ഫീമെയിൽ അത് രേഖപ്പെടുത്തണം. മൂന്നാം സെക്സ് അടയാളപ്പെടുത്താനുള്ള കോളം ഇല്ലാതാക്കുകയാണ്. കോടതി പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ല. കാരണം ഒരു രാജ്യക്കാരന് അവൻ്റെ രാജ്യം, അവൻ്റെ നാഷണാലിറ്റി പാസ്പോർട്ടിലൂടെ വെളിപ്പെടുത്താൻ പറ്റുമെങ്കിൽ, അവൻ ഏത് രാജ്യക്കാരനാണെന്ന് വെളിപ്പെടുത്തുവാൻ പറ്റുമെങ്കിൽ അതുപോലെ മാത്രമേ ഉള്ളൂ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് വെളിപ്പെടുത്തുക. ഇത് വളരെ ചർച്ച ചെയ്യപ്പെടുന്ന കോൺട്രവേഴ്സിയുള്ള ഒരു വിഷയമാണ്. കാരണം നമുക്കറിയാം, ബയോളജിക്കൽ സെക്സ് അംഗീകരിക്കാതെ ജെൻഡർ ഐഡൻറ്റിറ്റി മറ്റൊന്നാണെന്ന് വാദിക്കുന്ന ആളുകൾ പുരുഷനായിട്ടാണ് ജനിച്ചത്, പുരുഷൻ്റെ എല്ലാ പ്രത്യേകതകളോടുകൂടിയാണ് ജനിച്ചത്, അല്ലെങ്കിൽ സ്ത്രീ ആയിട്ടാണ് ജനിച്ചത്. പക്ഷേ അവർ പറയുന്നു, ഞാനൊരു പുരുഷനല്ല, ഞാനൊരു സ്ത്രീയല്ല. ബയോളജിക്കലി അങ്ങനെയാണ്, ശരീരഘടനയിൽ അങ്ങനെയാണ്, പക്ഷെ അത് അംഗീകരിക്കുന്നില്ല. മറിച്ച് പറയുന്നു, ഞാൻ ഒരു സ്ത്രീയാണ്, സ്ത്രീയുടെ വേഷം കെട്ടുന്നു. അങ്ങനെയുള്ള ഒരു പ്രവണത വളരെയധികം വർദ്ധിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ചും അങ്ങനെ ട്രാൻസ്ജെൻഡറായി മാറിയ ജെൻഡർ ഐഡൻറ്റിറ്റി, അവരുടെ ബയോളജിക്കൽ ജെൻഡർ ഐഡൻറ്റിറ്റി അംഗീകരിക്കാതെ മാറിയ വളരെ പ്രമുഖരായ ആളുകളെക്കുറിച്ചുള്ള ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി വിവാദപരമാകുന്ന പ്രശ്നങ്ങളും വാർത്തകളും ഈ ദിവസങ്ങളിൽ വരുന്നുണ്ട്. ട്രംപ് സർക്കാരിൻ്റെ ഈ ഒരു നിലപാട് 100% ശരിയാണെന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം ഒരു വ്യക്തി ജനിക്കുമ്പോൾ എന്താണോ ബയോളജിക്കലി ആ വ്യക്തി അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതാണ് ആ വ്യക്തിയുടെ ഐഡൻറ്റിറ്റി, ബയോളജിക്കൽ സെക്സ് എന്ന് പറയുന്നത്. ഇനി കുറേ കഴിയുമ്പോൾ എനിക്കങ്ങനെ തോന്നുന്നില്ല, എൻ്റെ മനസ്സിൽ ഞാനൊരു സ്ത്രീയാണ്, പുരുഷനായി ബയോളജിക്കലി ജനിച്ചാലും ഞാനൊരു സ്ത്രീയാണെന്നൊക്കെ വാദിക്കുന്നവർ, അങ്ങനെയുള്ളവർക്ക് നല്ല പിന്തുണ കിട്ടുന്നുണ്ട്. ഒരുപക്ഷെ ഇങ്ങനെ പറയുന്നത് ശരിയായിരിക്കും. അത് ഏറ്റവും വലിയ കള്ളത്തരമാണ്. ഈ അടുത്ത സമയങ്ങളിൽ ഞാൻ ചില ടെസ്റ്റിമണി വീഡിയോസ് കണ്ടു. അതായത് വളരെ ചെറിയ പ്രായത്തിലെ അവരെക്കാൾ പ്രായമുള്ള ആളുകൾ അവരെ മാനസികമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ സെക്സ് ഐഡൻറ്റിറ്റി മറ്റൊന്നാണെന്ന് അവരെ വിശ്വസിപ്പിച്ച അനുഭവങ്ങളെക്കുറിച്ച് 10, 12, 13 വയസ്സുള്ളപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് പറയുകയാണ്, നീ പെൺകുട്ടിയല്ല, നീ ആൺകുട്ടിയാണ്. അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് ആ കുട്ടിയെ പിന്നീട് ഈ സെക്സ് ചേഞ്ച് ചെയ്യാനുള്ള ശസ്ത്രക്രിയയ്ക്കൊക്കെ വിധേയമാക്കിയ ശേഷം, കാലങ്ങൾക്ക് ശേഷമാണ് ഈ കുട്ടി മനസ്സിലാക്കുന്നത് ഒരു വലിയ ചതിവായിരുന്നു. ഇറ്റ് വാസ് എ ബിഗ് ലൈ. അങ്ങനെ അനേക ടെസ്റ്റിമണീസ് ഇപ്പോൾ വരുന്നു. അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയവർ പറയുന്നു, സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരണം. അതായത് ഇത്തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്ന, സെക്സ് ഐഡൻറ്റിറ്റിയെക്കുറിച്ച് സംശയമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രൊപ്പഗണ്ട സ്കൂളുകളിൽ കുഞ്ഞുങ്ങൾക്കിടയിൽ നിർത്തണമെന്ന് വളരെ ശക്തമായിട്ട്
ഇതിൻ്റെ ദുരനുഭവങ്ങൾ അനുഭവിച്ചവർ ഈ ദിവസങ്ങളിൽ വാദിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധിച്ച 2 വാർത്തയോട് പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കാം. ഇത് രണ്ടും ഈ പറഞ്ഞ ബയോളജിക്കൽ സെക്സ് ജെൻഡർ ഐഡൻറ്റിറ്റിയുമായിട്ട് വ്യത്യാസമുണ്ടെന്ന് വാദിക്കുന്നവർ അവരെ സംബന്ധിക്കുന്ന ചില രസകരമായ വാർത്തകളാണ്. ഒരു വാർത്ത ഇംഗ്ലണ്ടിലെ ഡാർലിംഗ്ടൺ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. ആ ഹോസ്പിറ്റലിലെ ഒരു ബയോളജിക്കൽ മെയിൽ എന്ന് പറഞ്ഞാൽ പുരുഷനായി ജനിച്ച ഒരു വ്യക്തി, എന്നാൽ താൻ ഒരു സ്ത്രീയാണെന്ന അവകാശവാദത്തോടു കൂടി ജീവിക്കുകയാണ്. ട്രാൻസ് വുമൺ ആണ്. സ്ത്രീയെപ്പോലെ ഡ്രസ്സ് ധരിക്കുന്നു, ലിപ്സ്റ്റിക് ഇടുന്നു, നെക്ലേസ് അണിയുന്നു, സ്ത്രീയുടെ വേഷങ്ങളൊക്കെ ധരിച്ച് നടക്കുന്നു. പ്രശ്നം എന്താണെന്നറിയാമോ? ഈ ഹോസ്പിറ്റലിലെ സ്ത്രീകളുടെ ചേഞ്ചിങ് റൂം, അവർക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള റൂമിൽ, സ്ത്രീകളുടെ റൂമിൽ എപ്പോഴും ഇയാൾ വന്നിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇയാൾ വാദിക്കുന്നത് അയാൾ സ്ത്രീയാണെന്നാണ്, പക്ഷേ ബയോളജിക്കലി ഇയാൾ പുരുഷനാണ്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ചേഞ്ചിങ് റൂം ഒരു കോമൺ ആയിട്ട് സ്ത്രീകൾക്കുള്ള ചേഞ്ചിങ് റൂമാണ്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലെ മറ്റ് വനിതാ നഴ്സുമാർ ഈ വ്യക്തി ചേഞ്ചിങ് റൂം ഉപയോഗിക്കുന്നതിനെ എതിർക്കുന്നു. അതായത് ബയോളജിക്കലി പുരുഷനായ ഒരാളോട് കൂടെ സ്ത്രീകളായ തങ്ങൾക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അവരുടെ പ്രശ്നം. 8 നേഴ്സുമാരാണ് ഈ പരാതിയുമായിട്ട് വന്നത്. പക്ഷേ ഹോസ്പിറ്റൽ ബോസ് ഈ വനിതകളായ നേഴ്സുമാരോട് പറഞ്ഞു, നിങ്ങൾക്ക് ആ വ്യക്തിയുടെ കൂടെ ഡ്രസ്സ് മാറാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു മുറി തിരഞ്ഞെടുക്കാം. അപ്പോഴും ഈ പറഞ്ഞ ബയോളജിക്കൽ മെയിലായിട്ടുള്ള ആ വ്യക്തിയെ മറ്റൊരു മുറിയിലേക്ക് വിടുകയല്ല ഈ ഹോസ്പിറ്റൽ ബോസസ് ചെയ്യുന്നത്. കാരണം അങ്ങനെ ഒരു നടപടി ഉണ്ടായാൽ ഈ വളരെ ലിബറലായിട്ടുള്ള ആശയങ്ങളുള്ളൊരു ലോകത്ത് അത് ഡിസ്ക്രിമിനേഷൻ ആണെന്ന് വ്യാഖ്യാനിക്കും, ഇക്വാലിറ്റി കൊടുക്കാത്തതാണെന്ന് വ്യാഖ്യാനിക്കും. ആ ഭയം കൊണ്ട് അവർ പറഞ്ഞു സ്ത്രീകൾ മറ്റൊരു മുറിയിൽ പോകട്ടെ. വളരെ ദാരുണമായ ഒരു സാമൂഹികമാകുന്ന അവസ്ഥയാണ് നമുക്ക് ചുറ്റുമുള്ളത്. രണ്ടാമത്തെ വാർത്ത ലോസ് ഏഞ്ചൽസിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. ലോസ് ഏഞ്ചൽസിലെ ഒരു പാട്ടുകാരി കഴിഞ്ഞ ദിവസം അവരുടെ സോഷ്യൽ മീഡിയയിൽ അവർ പങ്കുവച്ച ഒരു വീഡിയോ തന്നെയല്ല, ആ സിംഗർ അവരാഹ്വാനം ചെയ്തു. തിഷ് ഹൈമാൻ എന്നാണ് അവരുടെ പേര്. അവർ സോഷ്യൽ മീഡിയയിലൂടെ ആഹ്വാനം ചെയ്തു, ലോസ് ഏഞ്ചൽസിലെ ഗോൾഡൻ ജിം ബഹിഷ്കരിക്കണം. കാരണം ഈ ഗോൾഡൻ ജിമ്മിൽ ഉള്ള ലോക്കർ റൂമിൽ, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ലോക്കർ റൂമിൽ ബയോളജിക്കലി പുരുഷന്മാരായ ആളുകൾ അവർ ഡ്രസ്സ് മാറാനും മറ്റുമായിട്ട് വരുന്നു, ലോക്കർ റൂം ഉപയോഗിക്കുവാൻ വരുന്നു. ഈ തിഷ് ഹൈമാൻ പങ്കുവച്ചൊരു വീഡിയോയ്ക്കകത്ത് ഒരു ബ്ലാക്ക് സ്വെറ്ററൊക്കെ ഇട്ടുകൊണ്ട് വരുന്ന ഒരു പുരുഷനെ കാണിക്കുന്നു. നെക്ലേസൊക്കെ ഇട്ടിട്ടുണ്ട്, ഇയറിംഗ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ആ പുരുഷൻ സ്ത്രീകളുടെ ലോക്കർ റൂം ഉപയോഗിക്കുന്നതിനെ ഈ സ്ത്രീ എതിർക്കുന്നതും അവർ തമ്മിലുണ്ടാകുന്ന സംഭാഷണവുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഈ പാട്ടുകാരി പങ്കുവച്ചിരിക്കുന്നത്. ഇതും വലിയ വിവാദമായി തിരുവാനിടയായി തീർന്നു. ഇവർ തമ്മിൽ ആർഗ്യൂ ചെയ്യുമ്പോൾ ഈ തിഷ് ഹൈമാൻ പറയുന്നുണ്ട്, ഞാനൊരു സ്ത്രീയാണ്, ഞാനിവിടെ വസ്ത്രം മാറിക്കൊണ്ട് നിൽക്കുമ്പോൾ ബയോളജിക്കലി പുരുഷനായിട്ട് ജനിച്ച ഒരാൾ ആ റൂമിൽ വന്ന് നിൽക്കുന്നതിൽ ഞാൻ കംഫർട്ടബിൾ അല്ല. ഐ ആം എ വുമൺ ആൻഡ് ഐ ഹാവ് എവറി റൈറ്റ് ടു നോട്ട് വാണ്ട് എ മെൻ ഇൻ ദ റെസ്റ്റ് റൂം വെൻ ഐ ആം നേക്കഡ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീ ബഹളമുണ്ടാക്കുകയാണ്. അപ്പോൾ ഈ ഒരു വാർത്തയും കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ വിവാദമായി തീരുവാൻ ഇടയായി തീർന്നു. രസകരമായ വാർത്തകളാണ്. ഏതെങ്കിലും ഒരു പുരുഷൻ ഒരു സുപ്രഭാതത്തിൽ പറയുക, ഇന്നലെ മുതലേ എനിക്കൊരു ചിന്ത, ഞാൻ പുരുഷനല്ല സ്ത്രീയാണ് എന്ന് പറഞ്ഞ് ഒരു കുട്ടിപ്പാവാടയും ഇട്ട് കമ്മലുമിട്ട് പൊട്ടും തൊട്ട് നേരെ സ്ത്രീകളുടെ റെസ്റ്റ് റൂമിലേക്ക് ചെന്ന് കയറിയാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഞാൻ പിന്നെയും പറയട്ടെ, എത്ര
ദാരുണമാണ് നമ്മുടെ ലോകത്തിൻ്റെ അവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ട്രംപ് ഭരണകൂടത്തിൻ്റെ ആ ഒരു ഓർഡർ ശരിയാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾ ശ്രദ്ധയുള്ളവരാണ്. ഈ ചാനലിനെ നിങ്ങൾ ഫോളോ ചെയ്യുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.